എന്തായാലും ഛത്തീസ്ഗഡിനെക്കാളും അതിഭയാനകമായിട്ടുള്ള ഒരു സംഭവമാണ് ഒഡീഷയിലെ ജലേശ്വറിൽ നടന്നിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഇത് രണ്ടുപേരും മലയാളി വൈദികരാണ്. ഫാദർ ലിജോ നിരപ്പയില്, ഒപ്പം തന്നെ ഫാദർ വി ജോജോ, ഈ രണ്ടുപേരും, ഒപ്പം തന്നെ ഒരു മതാധ്യാപകനും 2 കന്യാസ്ത്രീകളും ഉണ്ടായിരുന്നു ഈ സംഘത്തിൽ. ഇവർ ഈ ജലേശ്വറിലെ തന്നെ ഇവരുടെ വിശ്വാസിയായിട്ടുള്ള ഒരാളുടെ ആ ചരമവാർഷികം, 2ാം ചരമവാർഷികത്തിൽ പങ്കെടുക്കാനായി അവരുടെ കുടുംബം ക്ഷണിച്ചതനുസരിച്ചിട്ട് പോവുകയായിരുന്നു ഈ 5 അംഗ സംഘം. അവിടെ ഒരു ഗ്രാമത്തിലാണ് ഇവരുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഈ ഗ്രാമത്തിൽ ഇവർ ക്ഷണിച്ചതനുസരിച്ചിട്ട് ഇവർ പോയതിനു ശേഷം വൈകിട്ട് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം വൈകിട്ട് ഈ ഭക്ഷണത്തിന് ശേഷം ഇവർ രാത്രി 9 മണിയോടെയാണ് പുറപ്പെട്ടത്. ആ വീട്ടിൽ നിന്ന് ഇവർ പുറപ്പെട്ട് കുറച്ചു ദൂരം കഴിഞ്ഞപ്പോഴേക്കും ഒരു ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് അവിടെ ഏതാണ്ട് 70ഓളം ബജ്രംഗദൾ പ്രവർത്തകർ ഇവർക്കായി കാത്തിരിക്കുകയായിരുന്നു. ഇവർ ഒരു കാറിലായിരുന്നു സഞ്ചരിച്ചത്. ഈ മതാധ്യാപകൻ ഒരു ബൈക്കിലുമായിരുന്നു. ഇവർ മതപരിവർത്തനം നടത്താൻ എത്തിയതെന്ന് ആരോപിച്ചുകൊണ്ട് ആദ്യം ഈ മതാധ്യാപകനെ ആ ബൈക്കിൽ തടയുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. കൂടാതെ ഈ വാഹനത്തിലുണ്ടായിരുന്ന കാറിലുണ്ടായിരുന്ന 2 വൈദികരെയും ഒപ്പം തന്നെ കന്യാസ്ത്രീകളെയും മോശം ഭാഷയിൽ അസഭ്യം പറയുകയും ഒപ്പം തന്നെ കയ്യേറ്റം ചെയ്തു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിനുശേഷം ഇവരെ മർദ്ദിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പൊ ഒടുവിൽ ഈ ഗ്രാമത്തിലുള്ളവർ, ഇവരെ ക്ഷണിച്ചവർ തന്നെ, അവിടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ തന്നെ വന്ന് ബജ്രംഗദൾ പ്രവർത്തകരോട് പറയുന്നുണ്ടായിരുന്നു, അവർ മതപരിവർത്തനം നടത്താൻ വന്നതല്ല, തങ്ങളുടെ വീട്ടിൽ തങ്ങൾ ക്ഷണിച്ചതിൽ പ്രകാരമാണ് ഇവർ വന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ഈ ബജ്രംഗദൾ പ്രവർത്തകർ ആക്രോശിച്ചു കൊണ്ടിരുന്നത്, ഇപ്പോൾ ഭരിക്കുന്നത് BJD അല്ല, BJP ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ആരെയും അമേരിക്കക്കാരാക്കാൻ സാധിക്കില്ല, ഒരാൾ പോലും ഇനി ക്രിസ്ത്യാനികളാക്കാൻ സാധിക്കില്ല തുടങ്ങി ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇവർക്ക് നേരെ ആക്രോശിക്കുകയും അതിക്രമം നടത്തുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തത്. പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ഈ നാട്ടിലുള്ളവർ തന്നെ. ഏതാണ്ട് 45 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പോലീസ് എത്തുന്നത്. അതിലൊരു വനിതാ കോൺസ്റ്റബിൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. വനിതാ കോൺസ്റ്റബിളും 2 മെയിൽ കോൺസ്റ്റബിളും ഉണ്ടായിരുന്നു. അവർ എത്തിയതിനും ശേഷവും ഈ ബജ്രംഗദൾ പ്രവർത്തകർ അവിടെ കയ്യേറ്റം തുടരുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും അതിനുശേഷം പോലീസ് തന്നെയാണ് ഈ ആൾക്കൂട്ടത്തെ പിന്നീട് ഈ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്തത്. പക്ഷേ ഈ കന്യാസ്ത്രീകളെ പിന്നീട് പോലീസാണ്, ഈ വൈദികരെയും കന്യാസ്ത്രീകളെയും പോലീസാണ് പിന്നീട് രക്ഷപ്പെടുത്തിയത്.